സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമങ്ങളെന്ന് വിവരം. ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ ഷൈൻ നടിയോട് മാപ്പ് പറഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം ഭാവിയിൽ മോശം പെരുമാറ്റം ഉണ്ടാവില്ല എന്നും ഷൈൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. ബോധപൂർവം തെറ്റ് ചെയ്തിട്ടില്ല, പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാമെന്നും ഷൈൻ ഇന്റേണൽ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് വിവരം. ഇന്റേണൽ കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കുമെന്നാണ് യോഗത്തിൽ വിൻസി നിലപാട് എടുത്തത്. പോലീസിൽ പരാതി നൽകാനില്ല എന്നും വിൻസി ആവർത്തിച്ചു. ഷൈനെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ട എന്ന നിലപാടിലാണ് താരസംഘടനയും. ഫിലിം ചേംബറും താരസംഘടനയും ഇന്റേണൽ കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. റിപ്പോർട്ട് ഇന്ന് തന്നെ ലഭിക്കും എന്നതാണ് സൂചന. ഇരുഭാഗത്തിനും പറയാനുള്ളത് കേട്ടതിനാൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറുകയാണ് അടുത്ത നടപടി. റിപ്പോർട്ടിൽ ഗൗരവകരമായ പരാമർശങ്ങളുണ്ടെങ്കിൽ ഷൈനെതിരെ നടപടി സ്വീകരിക്കാനും കമ്മിറ്റിക്ക് നിർദ്ദേശിക്കാം. സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് ഒരു നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് വിൻസി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴായിരുന്നു വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ നടന്റെ പേരോ സിനിമയുടെ പേരോ വെളിപ്പെടുത്തിയിരുന്നില്ല. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ഷൈൻ ടോം ചാക്കോയാണ് വിൻസിയോട് മോശമായി പെരുമാറിയതെന്ന വിവരം പിന്നീട് പുറത്തുവരികയായിരുന്നു. ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയതിന് പിന്നാലെയായിരുന്നു ഇത്. അതിനിടെ സിനിമാ സെറ്റിലെ ദുരനുഭവവുമായി ബന്ധപ്പെട്ട നടി വിൻസി അലോഷ്യസ് ഇന്നലെയാണ് ഇന്റേണൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയത്. വിഷയത്തിൽ നിയമ നടപടികളിലേക്കില്ലെന്ന് വിൻസി ആവർത്തിച്ച് പറയുകയുമുണ്ടായി. നിയമ നടപടികളിലേക്ക് പോകില്ലെന്ന് ആദ്യ ദിവസം മുതൽ തന്നെ താൻ പറയുന്നതാണെന്നും അതിൽ ആളുകൾക്ക് പല കാഴ്ചപ്പാടുകളും ഉണ്ടാകുമെന്നും എങ്കിലും അതിലേക്കില്ല എന്നുമാണ് വിൻസി വ്യക്തമാക്കിയത്. നിലവിലെ ICC സിനിമാ സംഘടനകളുടെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും വിൻസി പറഞ്ഞു. ICCക്ക് മുന്നിൽ ഹാജരായതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് വിൻസി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ICCക്ക് നൽകിയ മൊഴി രഹസ്യമാണെന്നും എന്തൊക്കെ പറഞ്ഞുവെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും വിൻസി പറഞ്ഞു. മൊഴിയുടെ വിശദ വിവരങ്ങൾ അവർ തന്നെ പുറത്തുവിടട്ടെയെന്നും വ്യക്തമാക്കി. പരാതിയിലെ വിവരങ്ങൾ പുറത്തു വന്നത് ശരിയായ നടപടിയല്ല എന്നും തന്റെ പരാതിയിലെ പേര് ചോർന്നത് എങ്ങനെയെന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നും വിൻസി പറഞ്ഞു. ശേഷം വിൻസിയുടെ പരാതിയിൽ വിശദീകരണം നൽകാൻ ഷൈൻ ടോം ചാക്കോയും തിങ്കളാഴ്ച ICCക്ക് മുന്നിൽ എത്തിയിരുന്നു. അമ്മയ്ക്കൊപ്പമാണ് നടൻ എത്തിയത്. വിശദീകരണം നൽകിയതിനു ശേഷം ഷൈൻ മടങ്ങുകയായിരുന്നു. എന്നാൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് നടപടികൾ വന്നതിന് പിന്നാലെയാണ് തിരക്കിട്ട നടപടികളിലേക്കാണ് സിനിമാ സംഘടനകൾ കടന്നത്. സൂത്രവാക്യം സിനിമാ നിർമ്മാതാവ് ഫിലിം ചേംബറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഫിലിം ചേംബർ നടപടികളിലേക്ക് കടക്കുക എന്നതാണ് വിവരം. പരാതികൾ സിനിമാ പ്രമോഷനെ പ്രതികൂലമായി ബാധിച്ചുവെന്നും വിൻസി ആരോടാണ് പരാതി പറഞ്ഞത് എന്ന് അറിയില്ല എന്നും സൂത്രവാക്യം നിർമ്മാതാവും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.